ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് ഒരു ലീവ് ദിവസമാണ് ആൻഡ് സമയം വൈകുന്നേരം 4 മണി. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. ഇതൊരു റെസിപ്പി വീഡിയോ അല്ല, ബട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കണ വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ചായ കുടിച്ച് തുടങ്ങണം എന്നാണ് എൻ്റെ ശാസ്ത്രം. സോ ഞാൻ ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കാം. സോ ഞാൻ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് ചിക്കൻ ക്ലീൻ ആക്കണം. ഫുൾ കോഴിയാണ്. ഇതിൻ്റെ തോല് കളഞ്ഞ് ഇതിനെ വെട്ടി നുറുക്കിയെടുക്കണം ആൻഡ് അതൊക്കെയാണ് പരിപാടി. സോ ലെറ്റ്സ് മേക്ക് നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി. ആക്ച്വലി എനിക്ക് ചായയിൽ പത ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ പതയില്ലാത്ത ചായ കാണാനൊരു സുഖമില്ല. ദേ കാണുന്ന പോലെയുള്ള കുറച്ച് പഴയ സിനിമകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ പണിയെടുക്കാറ്. അതായത് കുക്കിങ്ങോ ക്ലീനിങ്ങോ പോലുള്ള. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും എനിക്ക്. ഞാൻ പാട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്ലോ ആകും. ഇതാകുമ്പോൾ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കുകയും വേണ്ട, അങ്ങോട്ട് എൻജോയ്മെൻറ്റും ഇല്ലാത്ത രീതിക്ക്. ഈ കാണുന്ന കുട്ടപ്പനെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോണത്. സോ ഞാൻ ആദ്യം തോലൊക്കെ കളഞ്ഞ് അതിനെ വെട്ടിത്തുണ്ടമാക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലായിരുന്നപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം അമ്മ വീട്ടിലില്ലാത്തപ്പോൾ മാത്രം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു. ആൻഡ് ഇടയ്ക്കിട്ടൊക്കെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കും. അത് കൂടുതൽ ഞാൻ ഒരു പണിയും ചെയ്യണ്ടായില്ല. ബട്ട് കാനഡയിൽ വന്നതിന് ശേഷമാണ് എല്ലാം ഞാൻ ചെയ്യാൻ പഠിച്ചത്. ആൻഡ് ചെയ്യാൻ പഠിച്ചതെന്നല്ല, ചെയ്തു തുടങ്ങിയത്. ആൻഡ് ഓരോ സാഹചര്യം വരുമ്പോഴാണല്ലോ ഓരോരുത്തർ ഓരോന്ന് പഠിക്കുന്നത്. ഞാൻ പഠിച്ചത് ലൈഫ് സ്കിൽസായ ഫുഡ് ഉണ്ടാക്കൽ, ക്ലീനിങ് പോലുള്ള പരിപാടികളാണ്. Today I'm just a youth. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇസ് റെഡി. ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് കിടക്കാം. രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. വെറുതെ അവിടെയും കരിഞ്ഞ് ഇവിടെയും കരിഞ്ഞ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് 1 by 1 നമുക്ക് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് ചിക്കൻ കറി ഇസ് റെഡി. ആൻഡ് ഇനി നെയ്ച്ചോറിനുള്ള ക്യാരറ്റും സവാളയും മതിയും. അങ്ങനെ എൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കൽ മഹാമേളം ഒരു 6:30 ആകുമ്പോഴേക്കും തീർന്നുണ്ടായി. ആൻഡ് അത്ര നേരത്തെ തീർന്നതുകൊണ്ട് തന്നെ അത് ഞാനൊരു 8-9 മണിക്ക് ശേഷമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കഴിക്കണത്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്. ഞാൻ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ.